വിപിൻ സി വിജയൻ സ്വാഭാവികമായ ഒരു ജനകീയ പ്രതിഷേധത്തിലുണ്ടായ സംഘർഷത്തിന്റെ പേരിൽ കേസെടുക്കുന്നതൊക്കെ പതിവ് കാഴ്ചയാണ്. ജനപ്രതിനിധികൾക്കടക്കം ഇത്തരത്തിലുള്ള വകുപ്പുകൾ ചുമത്തുന്നതും സ്വാഭാവികമാണ്. പക്ഷേ ഇവിടെ അറസ്റ്റ് പി വി അൻവറിന്റെ അറസ്റ്റിലുണ്ടാകുന്ന രാഷ്ട്രീയമാനം അത് വലുതാണ്. അതിന്റെ ആദ്യത്തെ പടി തന്നെ പി വി അൻവർ തന്നെ പ്രതികരണത്തിൽ വ്യക്തമാണ്. ഭരണകൂട ഭീകരത പകവീട്ടിൽ നടക്കും. കാരണം പി വി അൻവർ MLA രാഷ്ട്രീയമായി CPM-ഉമായി ഇടതുമായി ഇടഞ്ഞു നിൽക്കുന്ന ഘട്ടം മുതൽ നിരവധി കേസുകൾ പി വി അൻവർ MLA-ക്ക് എതിരെയുണ്ട്. ഫോൺ ചോർത്തലടക്കമുള്ള ഗുരുതരമായ കുറ്റകൃത്യങ്ങൾ. ഇവിടെയൊന്നും ഉണ്ടാകാത്തൊരു അറസ്റ്റ്, പ്രത്യേകിച്ച് ഒരു ജനകീയ പ്രതിഷേധത്തിന്റെ പേരിൽ ഉണ്ടാകുമ്പോൾ അതിന് രാഷ്ട്രീയമാനം വലുതല്ലേ? പ്രത്യേകിച്ച് ഇപ്പോൾ യൂത്ത് ലീഗിന്റെ അടക്കം ഒരു പ്രതികരണം വന്നത് പോലീസ് വേട്ട എന്ന രീതിയിലാണ്. രാഷ്ട്രീയ അഭയം തേടുന്ന പി വി അൻവർ MLA-ക്ക് UDF-ലേക്കുള്ള ഒരു പ്രവേശത്തിന്റെ കളമൊരുക്കൽ കൂടിയാകുമോ ഈ അറസ്റ്റ്? ഇതൊരു മൈലേജ് കിട്ടുന്ന, അല്ലെങ്കിൽ പി വി അൻവർ MLA-യുടെ രാഷ്ട്രീയ മൈലേജ് കൂട്ടുന്ന അറസ്റ്റ് നമുക്കിത് രാഷ്ട്രീയമായി വ്യാഖ്യാനിക്കാനാകുമോ? വിപിൻ സി. സുഹൈൽ, പൊതുമുതൽ നശിപ്പിച്ചു എന്നുള്ളതിനാണ് ഇപ്പോൾ ഈ കേസ് എടുത്തിരിക്കുന്നത്. എങ്കിൽ പോലും ഈ പറഞ്ഞതുപോലെ തന്നെ കഴിഞ്ഞ 5 മാസത്തിന്റെ ഇടയിൽ 2-3 കേസുകൾ പി വി അൻവറിന്റെ പേരിൽ എടുത്തിട്ടുണ്ട്. അതിലേറ്റവും ഗുരുതരമായത് ഇപ്പോൾ ഇവിടുത്തെ SOG ക്യാമ്പിൽ നടന്നിട്ടുള്ള ഫോൺ ചോർത്തലുമായി ബന്ധപ്പെട്ടതായിരുന്നു. ഈ ഫോൺ ചോർത്തലുമായി ബന്ധപ്പെട്ട അന്ന് ആ കേസ് വന്നപ്പോൾ അത് അറസ്റ്റിലേക്ക് നീങ്ങും എന്നുള്ള സൂചന പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. പക്ഷേ സ്വാഭാവികമായും അത് മേൽത്തട്ടിൽ നിന്ന് തന്നെയുള്ള ഒരു നിർദ്ദേശപ്രകാരം പിന്നീട് അത് ജാമ്യമില്ലാത്ത വകുപ്പാണെങ്കിൽ പോലും അതിൽ കേസ് എടുത്തിട്ടില്ല. അന്നില്ലാത്ത പിന്നീട് DMK-യുമായി ഒക്കെ ഒരു സഖ്യമുണ്ടാക്കാൻ ശ്രമിക്കുന്നു, തമിഴ്നാട്ടിലേക്ക് പോകുന്നു, അതിലെല്ലാം തന്നെ പരാജയപ്പെടുന്നു. അതിലും പി വി അൻവർ പറഞ്ഞിരുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരിട്ട് അതിൽ ഇടപെട്ടു, അതുകൊണ്ടാണ് ആ ഒരു ലയന സാധ്യത തള്ളിയത് എന്നുള്ളതാണ്. ഇപ്പോൾ എവിടെയും ഒരു അഭയമില്ല, അല്ലെങ്കിൽ കോൺഗ്രസിലേക്ക് ഇനി എപ്പോൾ വേണമെങ്കിലും ചേക്കേറാം എന്നുള്ള ഒരു ചർച്ചയുടെ തുടക്കത്തിലേക്ക് വരുന്ന സമയത്താണ് ഇത്തരത്തിൽ ഒരു അറസ്റ്റ് ഉണ്ടാകുന്നത്. ഇതിലിപ്പോൾ പി വി അൻവർ ഈ അറസ്റ്റിലേക്ക് പോകുന്നതിന്റെ തൊട്ട് മുൻപ് പറഞ്ഞ വാക്കുകൾ വളരെ പ്രധാനമാണ്. തനിക്ക് എന്തെങ്കിലും ഇതിൽ നിന്ന് പുറത്തിറങ്ങുകയാണെങ്കിൽ, ജയിലിൽ നിന്ന് പുറത്തിറങ്ങുകയാണെങ്കിൽ കാണിച്ചു തരാം. 1 വർഷത്തിന് ശേഷം തിരഞ്ഞെടുപ്പ് വരികയാണല്ലോ, ഇതെല്ലാം ജനങ്ങൾ കാണുന്നുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. ഒപ്പം തന്നെ കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നുള്ള ഒരു അനുഭവപൂർവമായ ഒരു തീരുമാനം കൂടിയുണ്ട്. അപ്പോൾ അത് രാഷ്ട്രീയമായി തന്നെ അദ്ദേഹത്തിന് ഗുണമാകുന്ന രീതിയിലാണ് ഇപ്പോൾ ഉള്ളത്. കാരണം ഒരു ഭരണകൂട ഭീകരത എന്ന നിലയ്ക്ക് തന്നെയാണ് പോകുന്നത്. ഇന്ന് ഉച്ചയ്ക്ക് പോലീസ് സ്റ്റേഷനിലേക്ക് 3 പ്രവർത്തകരെ ഈ കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്തിരുന്നു. ഈ അറസ്റ്റുമായി ബന്ധപ്പെട്ട് അത് ചോദിക്കുന്നതിനൊക്കെ വേണ്ടി അദ്ദേഹം പോലീസ് സ്റ്റേഷനിലേക്ക് പോയിരുന്നു. അപ്പോൾ ഒരു നോട്ടീസ് കൊടുത്താൽ പോലും അദ്ദേഹം അവിടെ ഹാജരാകും എന്നിരിക്കെ എന്തിനായിരുന്നു ഇത്തരത്തിൽ ഒരു പോലീസ് ഇത്ര വീട് വളയുകയും അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുകയും എന്നുള്ള ചോദ്യം ഈ പ്രവർത്തകരുടെ ഭാഗത്തുനിന്നുണ്ട്. പക്ഷേ ആ വീട്ടിലേക്ക് വന്നാൽ ഒരു പക്ഷേ പോലീസ് പ്രതീക്ഷിച്ച അത്ര ആളുകൾ വന്നോ എന്നുള്ളൊരു സംശയം ഉണ്ടാവും. കാരണം വീട് അത്രത്തോളം പോലീസിന്റെ ഒരു ബന്ധസ്ഥയിലേക്ക് തന്നെ ആയിരുന്നു. നമ്മളെ കാണുന്ന ദൃശ്യങ്ങളിൽ കാണുന്ന ആളുകൾ മാത്രമാണ് പ്രതിഷേധവുമായി രംഗത്ത് എത്തുകയും ചെയ്തത്. അപ്പോൾ കൂടുതൽ ആളുകളെയൊക്കെ പ്രതീക്ഷിച്ചുകൊണ്ട് പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഒരു നിരവധി പോലീസുകാരെ തന്നെ ഇറക്കിയിരിക്കുന്നു. ഇതിപ്പോൾ നമ്മൾ കാണുന്നതും നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്. അവിടെയൊക്കെ പുറമേ നിന്ന് ആളുകൾ വരാതിരിക്കാൻ ഒരു ബാരിക്കേഡ് പോലെ തന്നെ പോലീസ് വരിവരിയായി നിൽക്കുകയാണ്. MLA-യുടെ വാഹനം പുറത്ത് കിടക്കുന്നുണ്ട്, അകത്ത് വൈദ്യപരിശോധന നടക്കുകയും ചെയ്യുന്നു. എല്ലാം വളരെ പെട്ടെന്ന് വളരെ ധൃതി പിടിച്ച് നടക്കുന്നു എന്നുള്ളത് തന്നെയാണ് എടുത്തു പറയേണ്ടത്. ഈ വൈദ്യപരിശോധനയ്ക്ക് മുൻപ് വീട്ടിൽ നിന്ന് സ്വമേധയാ പി വി അൻവർ ഒരു പരിശോധന നടത്തിയിരുന്നു. അതിനുശേഷം ഇപ്പോൾ പോലീസിന്റെ ഭാഗത്തുനിന്നുള്ള വൈദ്യപരിശോധനയിലേക്ക് കൂടി അത് കടക്കുകയാണ്. എല്ലാ ഭാഗത്തും ഇപ്പോൾ ഈ ജില്ലാ ആശുപത്രിയിലേക്ക് വന്നപ്പോൾ ഇതിന്റെ എല്ലാ ഭാഗത്തും പോലീസ് കൃത്യമായി തന്നെ നിലയുറപ്പിച്ചിരിക്കുന്നു. ഇനിയിപ്പോൾ ജാമ്യത്തിന്റെ കാര്യത്തിലേക്ക് അല്ലെങ്കിൽ മറ്റ് അറസ്റ്റ് ചെയ്തിരിക്കുന്നതിന്റെ ഭാഗമായുള്ള വൈദ്യപരിശോധന തുടരുകയാണ്. അത് കഴിഞ്ഞാൽ മജിസ്ട്രേറ്റ് മുന്നിൽ ഹാജരാക്കും. വിപിൻ സി വിജയനും സമീർ ബിൻ കരീമുമാണ് വാർത്താ വിശദാംശങ്ങൾ നൽകിയത്.